ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തില്ല, എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നേരം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ഫുഡിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കിയെന്ന്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. വൈകുന്നേരം 3 മണിക്ക് നമ്മളെ വീട്ടിനടുത്ത് തന്നെയുള്ള വായനശാലയിൽ SSLCയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കൽ ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിന്നുവിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളതാണ്. ഏതായാലും പോയത് വെറുതെ ആയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പറും ഒക്കെ അടങ്ങുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികൾ, ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു അവിടെ. പഠിപ്പിൽ കുട്ടികൾ ഫുൾ A+ വാങ്ങുക എന്നതിലല്ല കാര്യം. നാട്ടിനും വീട്ടിനും അതേപോലെ തന്നെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സ്വത്തായി മാറുക ഓരോ കുട്ടികളും. അതൊക്കെയാണ് കേട്ടോ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷഹബാസ് മോനെ ഇല്ലാതാക്കിയ ചിലർക്ക് ഫുൾ A+ ആന്ന് പറയുന്ന കേട്ടിന്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഫുൾ A+ വാങ്ങിയിട്ട് ക്രിമിനലായിട്ട് ജീവിക്കുക എന്നതിൽ ഒരു കാര്യമില്ല. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അറിയില്ല ഇന്നത്തെ മക്കൾ ഏത് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മക്കളെയും പഠിച്ചോനെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അങ്ങനെ നമ്മളെ മിന്നുവിനുള്ള മൊമെൻറ്റോ ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നേഹ സ്കൂൾ വിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓള് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. നമ്മളവിടെ പോയ ടൈമിൽ നല്ലൊരു കേക്കും ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ എന്തായാലും ചായ കുടിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ എടുത്തിന്. ബ്രൊക്കോളിയും ക്യാരറ്റും അതുപോലെ മഷ്റൂമും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ബ്രൊക്കോളിക്ക് പകരമായിട്ട് കോളിഫ്ലവർ ഇല്ലേ, വൈറ്റ് കളറല്ലേ, അതെടുക്കുക. പിന്നെ ബീൻസ് എടുക്കുക. അങ്ങനത്തെ ഒക്കെ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബ്രൊക്കോളിയും മഷ്റൂമൊക്കെ ഉള്ളത് കൊണ്ടാണ് അതെടുത്തിട്ടുള്ളത്. ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിനെ എടുക്കാനായിട്ട് നോക്കാം. പിന്നെ ഞാൻ എല്ലില്ലാത്ത 2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു പീസ് തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല. വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടാക്കി കഴിഞ്ഞാൽ ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതൊന്ന് ഫ്രൈ ആവാനും വേണ്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇല്ലേ, അത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രൊക്കോളിയും ക്യാരറ്റും മഷ്റൂമും ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ ഒരു രീതിയിൽ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചിക്കനില്ലേ, അത് ഒരു ഭാഗം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടേനും 2 ഭാഗവും കുക്കായിട്ട് വന്നാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ചിക്കൻ ഒരുപാട് മൊരിഞ്ഞ് ഡ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവേ. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം പാനിൽ തന്നെ ഒരു പീസ് ബട്ടറും കൂടെ ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇല്ലേ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ബട്ടറും വെജിറ്റബിളും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിന് കുറച്ചൊന്ന് ഇളക്കം കൂടുതലാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നത് കുക്കായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്ന ചെറിയ പീസാക്കണ്ട കേട്ടോ. നമ്മൾ ഏത് അളവിലാണോ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു അളവിൽ തന്നെ നമ്മൾ ചിക്കനും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമില്ലേ, അതൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെജിറ്റബിളൊക്കെ ഒരു ഹാഫ് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് സോയ സോസും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചില്ലി സോസില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലോറില്ലേ അത് കുറച്ച് വെള്ളത്തിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ലോ ടു മീഡിയം ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതേപോലെ തന്നെ കൈ എടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കോൺഫ്ലോറില്ലേ അത് കട്ട പിടിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. നോക്ക് മക്കളെ, ഇതിൻ്റെ ഒരു മൊഞ്ച് എന്താ രസമല്ലേ കാണാൻ. ചുവപ്പ് പച്ച വെള്ള എല്ലാം കൂടെ ആയിട്ട് കളർഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഇനി ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞില്ല അല്ലേ, പേരാണ് അടിപൊളി. ക്യാരറ്റ് ബ്രൊക്കോളി ചിക്കൻ സ്റ്റിർ ഫ്രൈ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ചിലവർക്കെല്ലാം അറിയായിരിക്കും, എന്നാലും ഉണ്ടാക്കാണ്ടും അറിയാണ്ടും കാണാണ്ടും എല്ലാം ഉള്ളവരുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണാനുള്ള മൊഞ്ച് പോലെ തന്നെ തിന്നാനും അടിപൊളിയാനും കുട്ടികൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾ കഴിക്കാനൊക്കെ പാടുള്ള മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തോക്ക്, എന്തായാലും കഴിച്ചു പോകും. ഇതിൻ്റെ മൊഞ്ച് കണ്ടാൽ തന്നെ എന്തായാലും തിന്നു പോകും. അപ്പോൾ കാണാനും മൊഞ്ചുണ്ട്, തിന്നാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായമെല്ലാം പറയാം. ഇത് വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ ഞാൻ അതിലുണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് മോള് തിരുമ്പിയതെല്ലാം കൊണ്ടുവന്ന് തുണികളെല്ലാം ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എനിക്ക് സമാധാനമായിട്ടുണ്ടേനു. കുട്ടികളോട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് ചെയ്യിക്കുന്നതിലും അവർ അറിഞ്ഞ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ നമുക്ക് ഉണ്ടാവാൻ. അപ്പോൾ അതാ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് മോള് മടക്കി വെക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴക്കാറുണ്ട്. 2-3 ദിവസമായിട്ട് അല്ല, സ്കൂൾ തുറക്കുന്ന അന്ന് തൊട്ട് നല്ല വെയിലല്ലേ ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ മഴ കുറവാണ് കേട്ടോ. സ്കൂൾ തുറക്കുന്ന അന്ന് പോയ മഴയാണ്. പിന്നെ ഇതാ ഇന്നാണ് കുറച്ചൊരു മഴക്കാറ്. വലിയൊരു മഴയൊന്നുമില്ല, എന്നാൽ ഇരുട്ട് പിടിച്ചങ്ങനെ മഴ പെയ്യുന്ന പോലെ ഉണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും കുട്ടികളും എല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ബാങ്ക് വിളിക്കില്ലേ, ബാങ്ക് വിളിക്കുക എന്ന് പറയും, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കാരവും ഖുർആൻ ഓതലും ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ ടീച്ചറാണ്, ഡോക്ടറാണ്, എല്ലാമാണല്ലോ നമ്മൾ. അപ്പോൾ ഇതാ മോളെ പഠിപ്പൊക്കെ സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം മോളെ കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഹോംവർക്ക് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം, ഒരുപാട് നേരമൊന്നുമില്ല. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളതാണ്. ഏകവചനം ഏകവചനം ബഹുവചനം. അങ്ങനെ ഹോംവർക്ക് ചെയ്യലും പഠിപ്പിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാ. പൊറോട്ടയും പിന്നെ കൊഞ്ചൻ കറിയാണ് കേട്ടോ നാസ്തക്ക് ഉണ്ടായിരുന്നത്. കൊഞ്ചനൊക്കെ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും. അതുകൊണ്ട് തന്നെ വേഗം ഒരു അരമണിക്കൂറിനുള്ളിൽ എൻ്റെ ഫുഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പൊറോട്ടയും കൊഞ്ചൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴേക്ക് ഇതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ദിവസം കൂടിയിട്ട് അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. കുറച്ച് സമയം മഴ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മഴ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട്.
കുട്ടികളെ പഠിക്കലും ടൈം ടേബിൾ എടുത്ത് വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ നാളെ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യൂണിഫോമൊക്കെ എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മക്കളും ഇതാ വേഗം തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിയുമ്പോഴത്തേക്ക് കിച്ചൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം ഉണ്ടേനും, കുറച്ച് പാത്രം കഴുകാനും കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കട്ടെ. പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് തുടക്കലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയാണെങ്കിലും കിച്ചൺ അടിച്ചു വാരാണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ എന്തോ ഒരു പോലെയാണ് കേട്ടോ ഉണ്ടാവാൻ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ രാവിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിടുന്നുണ്ട്. കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. മുട്ട സിർക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ മോളെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ കഴുകിയിട്ട് അത് ഉണങ്ങാനും വേണ്ടിയിട്ട് ഒരു ടർക്കിയിൽ അങ്ങനെ കമഴ്ത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ റെഡിയാക്കി വെച്ചാൽ ഒരു സമാധാനം. എന്നിട്ട് രാവിലെ വേഗം തന്നെ അതിലേക്ക് ലഞ്ച് റെഡിയാക്കി വെച്ചാൽ മതിയാവുമല്ലോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിച്ചന് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു സമാധാനം എന്നിട്ടാണ് ഉണ്ടാവാൻ. പിറ്റേന്ന് രാവിലെ നല്ല അടിപൊളിയായിട്ടുള്ള നീറ്റായിട്ടുള്ള കിച്ചണിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ് എന്നിട്ടാണ് ഉണ്ടാവാൻ. അപ്പോൾ നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ജസ്റ്റ് ഒരു എങ്കിലും പ്ലീസ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഞാനിങ്ങനെ ചെറുപറ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോൾ അതൊരു മറുപടി തരുന്ന പോലെ എന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. ബൈ.